ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ധ്യാൻ ചേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പടക്ക കമ്പനിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു നടനെ കുറിച്ചാണ്. നമ്മുടെ നെപ്പോ അണ്ണന്റെ പപ്പ ഡയറക്ട് ചെയ്തിട്ട് നെപ്പോ അണ്ണൻ ചെയ്ത പടത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പടം തുടങ്ങുന്നത് നമ്മുടെ നെപ്പോ അണ്ണനും മൃണാൽ ചേച്ചിയും കൂടി കൗൺസിലിങ്ങിന് പോകും. ഇവര് 5 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് നമ്മുടെ നെപ്പോ അണ്ണൻ ഫുൾ ടൈം ഇവളോട് കലാപരിപാടി വേണം എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് പ്രാന്തായിട്ട് ഇവള് ഡൈവോഴ്സ് വേണമെന്ന് പറയും. ആള് സുന്ദരനാ, ആര് കണ്ടാലൊന്ന് കൊഞ്ചിച്ചു പോകും. അങ്ങനെ കൊഞ്ചിക്കാൻ ചെന്ന ചില പെണ്ണുങ്ങൾ അവനൊരു പാറ്റൻ ടാങ്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ ഓടിയത്. इसका पेट लव से थोड़ी ना भरता है, रात दिन इसे तो बस फिजिकल होना है. അളിയന് വേറെ പണിയൊന്നുമില്ല അളിയ. ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് എന്തിനാ വെറുതെ പറയണ അളിയ? നെപ്പോ അണ്ണൻ എന്നിട്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു സ്മോൾ കാല് കാണാൻ വേണ്ടിട്ടാന്ന് പറയും. വെയിറ്റ്, ഒരു വർഷം കൂടെ, അപ്പോഴേക്ക് എന്റെ പ്രൊമോഷൻ എല്ലാം റെഡിയായി നമ്മളൊന്ന് സെറ്റിൽഡ് ആവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി, മാനേജറായി, ഡയറക്ടറായി, പെൻഷനായി, മൂത്ത് നരച്ച് 60-ആം കാലത്താ വരണം. ഓടിയോടുന്നു. പിന്നെ ഇവർ രണ്ടുപേരും തല്ലായിട്ട് പുറത്തേക്ക് പോവും. എന്നിട്ട് അവളുടെ കാറിക്ക് നമ്മുടെ നെപ്പോ അണ്ണൻ ചാടി കയറിയിട്ട് എന്തൊക്കെയോ കാണിക്കും. രണ്ടുകാലം പുറത്തിട്ടല്ലോ ഞാൻ. മൃണാൽ ചേച്ചി നൈസായിട്ടൊന്ന് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഇവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യാം. പഴുതാരയുടെ ജാതിയാ, അങ്ങനെയൊന്നും വേഗം ചാവൂല. പിന്നെ ഇവരുടെ ലവ് സ്റ്റോറിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഇവർ രണ്ടുപേരും ഒരു പാലത്തിൽ കൂടെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ടാൾക്കും ഈഗോ ക്ലാഷ് കാരണം റിവേഴ്സ് ഗിയർ ഇല്ലാത്തതുകൊണ്ട് അവിടെ തല്ലാവും. മാഡത്തിന്റെ വണ്ടി ഒരു 10-15 അടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോകാം. ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല. മാറ്റുകയെന്ന് പറഞ്ഞാൽ ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഞാൻ കമ്പനി പറഞ്ഞ് പ്രത്യേകം ഉണ്ടായിച്ച. അവനെ കൊണ്ട് പുറകോട്ട് എടുപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മൂലയ്ക്ക് ഇരുന്നാ മതി, അടി അവനവിടെ ചോദിച്ചു വാങ്ങും. അത്രയ്ക്കും മിടുക്കനാ. പിന്നെ അവള് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവളുടെ വഴിക്ക് പോകും. അപ്പോൾ അണ്ണൻ എന്നിട്ട് കൂട്ടുകാരനും കൂട്ടിയിട്ട് ഒരു കല്യാണത്തിന് ഫോട്ടോ എടുക്കാനായിട്ട് പോകും. എന്നിട്ട് കിടിലം ഫോട്ടോസ് എടുക്കും. എടേ, ക്യാമറ ആദ്യമായിട്ട് എടുക്കുന്ന ആള് ഇതിനേക്കാളും ഭേദമായിട്ട് ഫോട്ടോ എടുക്കൂലോടാ. എന്തുവാടേ ഇത്? ഇതെന്തോ ഫോട്ടോയാ? എടുത്തോണ്ട് പോടോ. പിന്നെ നെപ്പോ അണ്ണൻ അവിടെ വെച്ചിട്ട് മൃണാൽ ചേച്ചീനെ കാണും. എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കും. ആ ക്യാമറയുടെ പൊസിഷൻ അത്ര ശരിയല്ല കേട്ടോ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. പിന്നെ നെപ്പോ അണ്ണൻ കല്യാണ ചെക്കൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പോവും. എന്നിട്ട് അതിനോട് ഫോട്ടോ എടുക്കാനായിട്ട് വയറ് ടൈറ്റാക്കി പിടിക്കാൻ പറഞ്ഞിട്ട് കുറെ ബോഡി ഷെയിമിങ് കോമഡികൾ ഇങ്ങനെ കുത്തി കയറ്റും. പിന്നെ ബട്ടൺസ് തെറിച്ച് പോണ കോമഡി, ബോൾ എടുത്തിട്ട് അവന്റെ മോന്തയ്ക്ക് ഒരെണ്ണം കൊടുക്കണ കോമഡി, ഇങ്ങനെ കുറെ കോമഡി എന്ന് പറഞ്ഞ് ട്രാജഡികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ബോളിവുഡ് പടത്തിലും ഉള്ള പോലെ തന്നെ പോണ നൈസായിട്ട് ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ഭയങ്കര സുന്ദരിയാണെന്ന് പറയും. എന്നിട്ട് ഇവര് ഡാൻസ് കളിക്കും. ഡാൻസ് തീരാറാകുമ്പോഴേക്ക് ഇവര് കല്യാണം കഴിച്ച് സെറ്റാവും. പിന്നെ പോണ കലാപരിപാടിക്കൊക്കെ പോണ സമയത്ത് അവള് പ്ലാസ്റ്റിക് കവർ കൊണ്ടു കൊടുക്കും. അപ്പൊ നമ്മുടെ നെപ്പോവണ്ണം പ്രകൃതി സ്നേഹിയായ കാരണം പ്രകൃതിക്ക് ഈ പ്ലാസ്റ്റിക് കാരണം ഭയങ്കര അപകടമാണ്. അത് കാരണം ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയും. ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ പരിസ്ഥിതി ഇന്ന് അപകടത്തിലാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ മൂല കാരണമുണ്ട്: പ്ലാസ്റ്റിക് കഴിയുന്നത്ര കുറച്ച് ഉപയോഗിക്കുക. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിയും. പിന്നെ ഇവരുടെ ഡിവോഴ്സിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കോടതിക്ക് പോകും. എന്നിട്ട് അവിടുത്തെ ജഡ്ജി അവിടെ ഇരുന്നിട്ട് ഇവരോട് ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ട് കോഴിത്തരം കാണിക്കും. തന്റെ കുഞ്ഞിക്കഴുത്ത് പിടിച്ച് തിരിച്ചാലുണ്ടല്ലോ പീന്നൊരു ശബ്ദം കേൾക്കും. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ. പിന്നെ കോടതി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കേസ് എടുക്കാന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞു വിടും. ഇവര് എന്നിട്ട് പാക്ക് ചെയ്തിട്ട് പോണ സമയത്ത് നമ്മുടെ നെപ്പോണ്ണനൊന്ന് നമുക്കൊന്ന് വെള്ളം അടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് കുപ്പി പൊട്ടിച്ചിട്ട് പത വരും. അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആട്ടാ. പഴയ മലയാള സിനിമയെ പോലെ ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് പൈപ്പിന്ന് വെള്ളം പോകുന്ന സീൻ കാണിക്കാനാണ് പരിപാടിയെങ്കിൽ ഇപ്പൊ നിർത്തിക്കണം. പിന്നെ നെപ്പോണ്ണൻ അമേരിക്കയ്ക്ക് പോകും ഒരു സായിപ്പിന്റെ കല്യാണ ഫോട്ടോ എടുക്കാനായിട്ട്. എന്റെ പൊന്ന് സായിപ്പ്, അവിടെ വേറെ ക്യാമറമാൻ ഒന്നില്ല ഇവനെയൊക്കെ വിളിച്ചോണ്ട് പോവാനായിട്ട്. എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? പിന്നെ അവിടെ വെച്ചിട്ട് പാനിന്റെ ലേഡി ഓപ്പൺ ക്യാമറ ആയിട്ടുള്ള പൂജേച്ചി നെപ്പോണ്ണ ഫോട്ടോ എടുക്കുന്നത് കാണും. എനിക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതി കൈമാറാനുണ്ട്. പടക്കങ്ങൾ ലാത്തിരി പൂത്തിരി കമ്പിത്തിരി മത്താപ്പ് ഓലപ്പടക്കം പിടിപ്പടക്കം അവിടെ ബോംബെ. പിന്നെ പൂജേച്ചി നെപ്പോണ്ണനെ കാണുമ്പോ വേഗം പോയിട്ട് ഒന്ന് കിസ് ചെയ്യും. നെപ്പോണ്ണ ഇത് പപ്പോട് പറഞ്ഞിട്ട് കുത്തി കയറ്റിയ സീനല്ലേ, തൂക്കിയല്ലോ നാദാ. പിന്നെ പൂജേച്ചി നീ എന്നെ പണ്ട് വെള്ളത്തിൽ മുങ്ങിയപ്പോ വന്നിട്ട് കൃത്രിമ ശ്വാസം തന്നിട്ടെന്ന് പറയും. നെപ്പോണ്ണ അവളെ കിസ് ചെയ്ത് മതിയായില്ലേ.
എന്താടാ അർത്ഥം വെച്ചുള്ള ഒരു ഇളി? കൊറേ നേരം ആയല്ലോ. ഒന്നുമില്ല. പിന്നെ നെപ്പോണ്ണന് പൂജേച്ചിയും കൂടിയിട്ട് ബാറിൽ പോയിട്ട് ചില്ല് ചെയ്യും. എന്നിട്ട് പൂജേച്ചി സിംഗിൾ ആണോ എന്ന് ചോദിക്കുമ്പോ അവ സിംഗിൾ ആണെന്ന് കള്ളം പറയും. ഫുള്ളി സിംഗിൾ. ലോകത്തിൽ ഇവനെ പോലെയുള്ള സകല ഫ്രോഡുകൾക്കും ദൈവം ഒരു ആയുധം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. നാവ്. പിന്നെ നെപ്പോണ്ണൻ പൂജേച്ചിയുടെ വീട്ടിലേക്ക് പോണ സമയത്ത് പട്ടി കടിക്കാനായിട്ട് വരും. അപ്പൊ സ്കൂളിൽ പട്ടി കടിക്കാൻ വന്നിട്ട് ചെയ്യണ്ടേന്നുള്ള ക്ലാസ് ഓർക്കും. ആരാടാ ഇതൊക്കെ ഓർക്കാ സമയത്ത്? നിങ്ങളെ ഒരു പട്ടി കടിക്കാൻ വരുന്നു എന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? ഒരാന കുത്താൻ വന്നാലോ? ഓടും. പിന്നെ പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് ഇവന് ഓടിയിട്ട് ആ വീട്ടിൽ കയറും. എന്നിട്ട് പൂജേച്ചിയുടെ ചേട്ടൻ കാലത്ത് ഇവനെ പൊക്കും. പിന്നെ പൂജേച്ചി ഞങ്ങൾ ലവിലാണെന്ന് പറയും. അപ്പൊ എന്റെ അനിയത്തിനെ ചീറ്റ് ചെയ്താൽ ഞാൻ നിന്നെ തട്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടാളും ലിവിങ് ടുഗദറിന് അയക്കും. എടാ ആദ്യം അവന്റെ ബാക്ക്ഗ്രൗണ്ടെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യടാ. അയാൾ പല നാട്ടിൽ പോയി നാട്ടുകാരെ പറ്റിച്ച് പെണ്ണും കെട്ടി കുട്ടികളെ ഉണ്ടാക്കി. എന്തിനെ ചെകഞ്ഞാലറിയാം അന്റാർട്ടിക്കയിൽ വരെ കുട്ടികളുണ്ടാവും ഇതുപോലെ പെൺകിന്റെ വലിപ്പത്തിലുള്ള 500 എണ്ണം. പിന്നെ നെപ്പോണ്ണന്റെ വീട്ടിലേക്ക് മൃണാൽ ചേച്ചി വന്നിട്ട് ഞാൻ പ്രഗ്നന്റ് ആന്ന് പറയും. അന്ന് നമ്മ വെള്ളടിച്ചപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് പറയും. ഇത് വലിയ ടെസ്റ്റ് ഒന്നുമല്ല, എനിക്കത് അപ്പന്നെ മനസ്സിലായതാ. പിന്നെ ഈ കാര്യം അറിയുമ്പോ നെപ്പോണ്ണനാകെ ടെൻഷനായിട്ട് പേടിയാവും. പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയ എന്തിന്? പിന്നെ നെപ്പോണ്ണനെ പൂജേച്ചി വിളിക്കും. എന്നിട്ട് പൂജേച്ചിയും പ്രഗ്നന്റ് ആന്ന് പറയും. നീയും അതിന് നീയൊന്ന് വേറെ ആരെ പ്രഗ്നന്റ് ആയിരിക്കുന്നത്? എന്റെ ഭാര്യ കൃഷ്ണ. നെപ്പോണ്ണ അവളെ കണ്ടിട്ട് 2-3 ദിവസമായാലുള്ളൂ. അപ്പേക്കും ഇവനൊക്കെ അത് തന്നെ ധാരാളം. പിന്നെ നെപ്പോണ്ണൻ പൂജേച്ചിയോട് നമ്മ കോണ്ടം യൂസ് ചെയ്തതല്ല, അപ്പൊ എങ്ങനെ നീ പ്രഗ്നന്റ് ആയെന്ന് ചോദിക്കും. കോടിക്കണക്കിന് പൈസയുള്ള സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ട് അത് പൊട്ടി തെറിപ്പിക്കണ്. അപ്പോഴാണ് അവന്റെ കോണ്ടം. പിന്നെ നെപ്പോണ്ണൻ മൃണാൽ ചേച്ചീനെയും കൊണ്ട് പൂജേച്ചിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് കാണിക്കും. എന്നിട്ട് പൂജേച്ചി വെടിവെക്കും. എന്നിട്ട് പെട്ടെന്നൊരു ടെസ്റ്റ് പോലെ ഇതൊക്കെ സ്വപ്നം കണ്ടതാണേ എന്ന് പറഞ്ഞ് കാണിക്കും. അയ്യോ ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. എനിക്കെന്തോ അസുഖമുണ്ട്. കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. പിന്നെ പൂജേച്ചി ചേട്ടനോട് പ്രഗ്നന്റ് ആയ കാര്യം പറയും. ചേട്ടൻ ഈ കാര്യം അറിയുമ്പോ ഇവരുടെ കല്യാണത്തിന്റെ കാര്യം സംസാരിക്കും. അപ്പൊ നെപ്പോണ്ണൻ കൊച്ചു വലുതായിട്ട് കല്യാണം കഴിക്കാം, അപ്പൊ കൊച്ചിനും കല്യാണം കാണാലോ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പാവും. ഇതിലെന്തോ ഇത്ര തീരുമാനിക്കാൻ? കൊച്ചിനെ സാക്ഷി നിർത്തിയെ തള്ളയുടെ കരുത്തെ താല് കെട്ടുമെന്ന് ഈ തന്തക്കെത്ര നിർബന്ധമാണ്. പിന്നെ ഈ അച്ഛനെന്തുവാ? പിന്നെ മൃണാൽ ചേച്ചിക്ക് പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവും. അതേപോലെ പൂജേച്ചിനും ആ സെയിം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും. എന്നിട്ട് അവിടുത്തെ നേഴ്സിനൊക്കെ കൺഫ്യൂഷൻ ആവും. 2 ഭാര്യക്ക് 1 ഭർത്താവ്. ചേട്ടത്തിയോട് പറയരുത്, തന്നെ വൃത്തിയായിട്ട പത്രത്തിൽ കൊടുക്കുകയും ചെയ്യരുത്. 1000 രൂപ കൊണ്ടുപോയി സന്തോഷിക്കേട്ടോ. പിന്നെ നെപ്പോണ്ണന്റെ വീട്ടിലേക്ക് 2 പെണ്ണുങ്ങൾ വന്ന് താമസിക്കും. എന്നിട്ട് ബോയിങ്ങില് പോലെ 2 റൂമിൽ 2 പെണ്ണുങ്ങളെ ആക്കിയിട്ട് കിടന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കും. മോഷണല്ലേ? മുഖത്ത് നോക്കി പറ, മോഷണല്ലേ? ശീലായി പോയി, മാറ്റിക്കോളാം. ഇത് എന്റെ ബാഗാണ്. എന്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള സോപ്പ്, ചീപ്പ്, കണ്ണാടി, ചെവിത്തോണ്ടി, പല്ലുകുത്തി മുതലാണ് ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. ആക്ച്വലി ഇത് ലേഡീസ് ബാഗ് അല്ല, ഇത് ലേഡീസ് ടൈപ്പിലുള്ള ലേറ്റസ്റ്റ് ജെൻസ് ബാഗാണ്. പിന്നെ ഒരു ദിവസം പൂജേച്ചിയുടെ ചേട്ടൻ നെപ്പോണ്ണനെ വിളിച്ചിട്ട് ആളുടെ അമ്മേനെ ഒന്ന് കാണണമെന്ന് പറയും. നെപ്പോണ്ണൻ എന്നിട്ട് പൈസ കൊടുത്തിട്ട് ഒരു വാടകയ്ക്ക് ഒരാളെ ഇറക്കും. ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഗകന്യകയിലെ ചേച്ചി. ഇവര് തമ്മിൽ 1 വയസ്സ് വ്യത്യാസമുള്ളൂ. മനുഷ്യനായ സാമാന്യ ബോധം വേണം. പിന്നെ നെപ്പോണ്ണൻ ഇത് അമ്മയാണെന്ന് പൂജേച്ചിയോടും ആളുടെ ചേട്ടനോടും പറയും. ആളങ്ങനെ തന്നെ അത് വിശ്വസിക്കും. നിങ്ങൾ ചോദിക്കാതെ എന്താന്ന്, കാരണം ഇതൊരു പേട്ടപ്പാടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇവളുടെ ഡേറ്റ് കിട്ടിയ കാരണം ചുമ്മാ വെറുതെ ഒരു ഐറ്റം ഡാൻസ് കുത്തി കയറ്റിയിട്ടുണ്ട്. പിന്നെ പൂജേച്ചിയുടെ ചേട്ടന് ചെറിയൊരു ക്രഷ് തോന്നും ഇവളോട്. പിന്നെ പൂജേച്ചിക്കും മൃണാൽ ചേച്ചിക്കും ഡെലിവറി ഡേറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവും. പിന്നെ അവിടുത്തെ ഡോക്ടറിന് നമ്മുടെ നെപ്പോണ്ണന്റെ ഉടായ്പ് മനസ്സിലാവും. നെപ്പോണ്ണൻ എന്നിട്ട് ഡോക്ടറുടെ നേഴ്സായിട്ടുള്ള ഡിങ്കോൾഫിക്കേഷൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇതും കാണിക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ബ്ലാക്ക് മെയിലിംഗ്. ഇതിന്റെ കോപ്പികൾ ക്യാമ്പസിൽ എത്തിക്കും, ഇന്റർനെറ്റ് കയറ്റും, ഭാര്യയ്ക്ക് പൈസ അയച്ചു കൊടുക്കും. ഇതൊക്കെയല്ലേ പറയാൻ പോകുന്നത്? ഞാൻ സമ്മതിച്ചില്ല തെണ്ടുകളെ. പിന്നെ നെപ്പോണ്ണന് കൊച്ചൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വരുന്ന സമയത്ത് ഇവര് 2 പേരും കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നിട്ട് നെപ്പോണ്ണൻ അവിടുന്ന് ഓടും. പ്രായഭേദമന്യേ സകലരെ മൂത്തം കളിച്ച് ലടിക്കുക, കാര്യം കഴിഞ്ഞാ കഴിവേറ്റി വിടുക. ഇതൊക്കെയായിരുന്നു എന്റെ മാമന്റെ പ്രധാന വിനോദം. പിന്നെ ഈ 2 പെണ്ണുങ്ങൾ എനിക്ക് ഇവനെ വേണ്ടാന്ന് പറയും. പിന്നെ നെപ്പോണ്ണൻ ആ ഹോസ്പിറ്റലിന്റെ മോളിൽ നിന്ന് അങ്ങ് ചാടും. പക്ഷെ ചാവില്ല. താനൊക്കെ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരമാണ്. 80 kilos.
പിന്നെ നെപ്പോവണ്ണൻ അവിടെ നിന്ന് ഇന്ത്യക്ക് പോകും. എന്നിട്ട് അവിടെ വെച്ച് ഒരു പെണ്ണിനെ കണ്ട് ക്രഷ് അടിച്ചിട്ട് അതിനോട് സിംഗിൾ ആണെന്ന് കള്ളം പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഡേറ്റിങ്ങിന് പോകും. പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ല? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്ന് പറന്ന് പറന്നൊരു പൂമ്പാറ്റ ജീവിതം. അങ്ങനെ പാഠം കഴിഞ്ഞു. അപ്പൊ ശരി ഗൈസ്, ഞാൻ നെപ്പോവണ്ണനും പപ്പയ്ക്കും വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ പടവും ഞാൻ റോസ്റ്റ് ചെയ്തു. അപ്പൊ എന്തായാലും ഇരിക്കട്ടെ.